പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അപ്പസ്തല പ്രവർത്തനം 3-4 അധ്യായങ്ങൾ ധ്യാന വിഷയമാക്കുകയാണ്. ഒരു പുതിയ പെന്തക്കോസ്തി അനുഭവത്തിലേക്ക്, നവചൈതന്യത്തിലേക്ക് നമ്മയും നയിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തലന്മാർ ഒരു മുടന്തനെ സുഖപ്പെടുത്തുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരണത്തോടെയാണ് ഈ തിരുവചന ഭാഗം ആരംഭിക്കുന്നത്. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തബ്ധരായി. പ്രിയമുള്ളവരെ, പത്രോസും യോഹന്നാനും ആത്മാവിന്റെ ചൈതന്യത്താൽ നിറഞ്ഞപ്പോൾ ഇപ്രകാരം യേശു നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് വിശ്വാസപൂർവം സധൈര്യം ഈ മുടന്തനോട് പറയുവാൻ അവർക്ക് കഴിഞ്ഞു. യേശു നാമത്തിൽ ഒരു നിമിഷം കൊണ്ട് എഴുന്നേൽപ്പിച്ച് നടത്തുകയാണ്. വിസ്മയനീയമായ ദൈവത്തിന്റെ പ്രവൃത്തി. അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. ഇതു കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിന് ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കുവാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നത് എന്ത്? അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അതെ, അവന്റെ കരുത്തുറ്റ കരത്തിന്റെ പ്രവൃത്തി ഇതാ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷീഭവിപ്പിച്ചു തന്നു. എല്ലാവരും കേൾക്കേ ഉദ്ധിതനായ കർത്താവിന്റെ പ്രവൃത്തി അവർ പ്രഖ്യാപിക്കുകയാണ്. 14-ാം വാക്യം മുതൽ, പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു, പകരം ഒരു കൊലപാതകിയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. ഞങ്ങളുടെ ശക്തിയോ സുഹൃതമോ ഒന്നും കൊണ്ടല്ല എന്ന് അവർ ആവർത്തിച്ചു പറയുകയാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. സഹോദരരെ, നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ തന്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. ദൈവത്തിന്റെ മുൻ നിശ്ചയം അനുസരിച്ച് പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തത് അനുസരിച്ചാണ് ഇത് സംഭവിച്ചത്. അല്ലാതെ യാദൃച്ഛികമായി എന്തോ സംഭവിച്ചതല്ല. പാപികളായ നമ്മുടെ രക്ഷയ്ക്കായി അവനെ ദൈവം നിശ്ചയിച്ചു തന്നു. അതിനാൽ
നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സമാശ്വാസകാലം വരാൻ പോകുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. ദൈവദൂതന്മാർ അവരെ അറിയിച്ചു, അവൻ പോയതുപോലെ തിരിച്ചു വരുമെന്ന്. അത് ആ വിശ്വാസത്തിന്റെ ഉറപ്പോടെയാണ് ഇവിടെ പത്രോസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കും, നിങ്ങളുടെ പക്കലേക്ക് അയക്കും. അവൻ മഹത്വത്തോടെ വീണ്ടും വരും. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിന്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം പുനഃസ്ഥാപിക്കപ്പെടണം. യേശുനാമത്തിലുള്ള വിശ്വാസം വഴി എല്ലാം പുനഃസ്ഥാപിക്കുന്നത് വരെ ഇത് തുടരണം. ലോകം അവനെ സ്വീകരിക്കണം. മോശ ഇപ്രകാരം പറഞ്ഞു, ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. നിയമാവർത്തനം 18-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ഉദ്ധിതനായ കർത്താവിന്റെ ദിവ്യ പ്രബോധനങ്ങൾ നിങ്ങൾ ശ്രവിക്കണം. ആ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാത്തവരെല്ലാം ജനത്തിന്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. മോശ മുൻകൂട്ടി അറിയിച്ചിരുന്നത് പോലെ നമുക്കായി ദൈവം നിശ്ചയിച്ച് അയച്ചു തന്ന പ്രവാചകനാണ് യേശുക്രിസ്തു. അവനെ നിങ്ങൾ കുരിശിലേറ്റിയെങ്കിലും ദൈവം അവനെ ഉയർപ്പിച്ച് ദൈവത്തിന്റെ മഹത്വത്തിൽ അവന്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ്. അവൻ മഹത്വത്തോടെ വീണ്ടും വരും. സാമുവേലും തുടർന്നു വന്ന പ്രവാചകന്മാരുമെല്ലാം ഈ ദിവസങ്ങളെപ്പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ദിവസങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ദിവസങ്ങളെ കുറിച്ച്. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. പിതാക്കന്മാരിലൂടെ ദൈവം ചെയ്ത ഉടമ്പടി മൂലം ദൈവജനമായി നിശ്ചയിക്കപ്പെട്ടവരാണ് നിങ്ങൾ. പ്രവാചകന്മാരിലൂടെ ദൈവം തന്റെ അരുളപ്പാടുകൾ നൽകപ്പെട്ടിട്ടുള്ള ദൈവജനമാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ പ്രവാചകന്റെ വാക്ക് ശ്രവിക്കാത്തവരെല്ലാം ജനത്തിന്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. അവിടുന്ന് അബ്രഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. നിനക്ക് ഞാൻ ഒരു സന്തതിയെ നൽകും. ആ പുത്രനിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് ദൈവം നൽകിയ 3 വാഗ്ദാനങ്ങൾ: ഒരു ദേശം, ഒരു ജനത, സകലർക്കും അനുഗ്രഹം. ഈ 3 വാഗ്ദാനങ്ങളും ദൈവം പൂർത്തിയാക്കിയത് അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിലൂടെയാണ്. ദൈവം തന്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചത്. ഉദ്ധിതനായ കർത്താവ് നിങ്ങളുടെ പക്കലേക്ക് അവൻ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളോട് സംസാരിച്ചതാണ്. നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു അത്. നിങ്ങൾ കുരിശിലേറ്റിയവനെ ദൈവം ഉയർപ്പിച്ചു. തന്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ പക്കലേക്കാണ് അയച്ചത്. അത് നിങ്ങൾ ഓരോരുത്തരും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുഗ്രഹീതരാകാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ യഹൂദർ, ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവപുത്രനെ തിരസ്കരിച്ചു. അവർക്ക് രക്ഷകനും നാഥനുമായി ദൈവം അയച്ചവനെ അവർ തിരസ്കരിച്ചു. അവർ കുരിശിലേറ്റി. എന്നിട്ടും അസ്തമിക്കാത്ത സ്നേഹം ദൈവം അവനെ ഉയർപ്പിച്ചുകൊണ്ട് അവരുടെ പക്കലേക്ക് അയച്ചു. അവർക്ക് വ്യക്തമായ വെളിപ്പെടുത്തലുകൾ നൽകി. അതെന്തിനു വേണ്ടി? അങ്ങനെയെങ്കിലും അവർ അനുതപിച്ച് യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് അനുഗ്രഹീതരാകാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സമാശ്വാസത്തിന്റെ കാലം നൽകുവാനായി അവൻ വീണ്ടും വരും.
നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് പോകാം. അവർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. പെന്തക്കോസ്തിയുടെ ആദ്യ ദിവസം തന്നെ 3000-ആയി. അടുത്തൊരു ദിവസം ആയില്ല, അതിനു മുമ്പേ അടുത്ത ഒരു പ്രഭാതം അങ്ങോട്ട് കഴിഞ്ഞ് സന്ധ്യ ആയതേ ഉള്ളൂ. അതിനു മുമ്പ് വീണ്ടും 2000, 5000-ഓളമായി. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു: എന്തധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? ഏത് പ്രവർത്തിച്ചത്? ഈ മുടന്തനെ സുഖപ്പെടുത്തിയത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു: ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, ഏത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തി എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇതറിഞ്ഞിരിക്കട്ടെ. നസറായനായ യേശുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. ആ രക്ഷയുടെ ശിലയും മൂലക്കല്ലുമാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ലൂക്ക തന്റെ സുവിശേഷത്തിലും യേശുവിനെ രക്ഷയുടെ ശിലയായി അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരക്ഷയ്ക്കായി ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആദിമസഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രബോധനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 11-12 വാക്യങ്ങൾ. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് ദൈവം മൂലക്കല്ലാക്കി തീർത്തു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഭരണാധിപന്മാരും ജനപ്രമാണികളും അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണ്, അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഉറപ്പ്. അതവർ മനസ്സിലാക്കി. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർ എതിർത്ത് പറഞ്ഞാൽ സാക്ഷ്യം, തെളിവ് അവരുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇതിനെതിരായി ഒന്നും പറയാൻ പറ്റില്ല. 15 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പത്രോസിനെയും യോഹന്നാനെയും അവർ പുറത്തു പോകാൻ പറഞ്ഞിട്ട് അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരു അടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്കവരെ താക്കീത് ചെയ്യാം. അവന്റെ നാമത്തിൽ മേലിൽ ഒന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുതെന്ന് താക്കീത് കൊടുത്ത് അവരെ പറഞ്ഞയക്കാം എന്ന് തീരുമാനിച്ചിട്ട് അവർ
പത്രോസിനെയും യോഹന്നാനെയും വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, അവരുടെ ധൈര്യം നോക്കിയേ. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. എന്തെന്നാൽ അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു. 23 മുതലുള്ള വാക്യങ്ങൾ. മോചിതരായ അവർ, അതായത് പത്രോസും യോഹന്നാനും, സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, വിജാതീയർ രോക്ഷാകുലരാകുന്നതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹെരോദേസും പന്തിയോസ് പീലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. സങ്കീർത്തകന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ പത്രോസ് പറയുന്നത്. സങ്കീർത്തനം 146 6-ാം വാക്യം. കർത്താവിന്റെ വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ച്, അവിടത്തെ ദാസനായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇരുമൊഴികൾ വചനം എടുത്തു പറഞ്ഞുകൊണ്ട് ജനം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്നതും വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കുന്നതും വലിയ ശക്തി പകരുന്ന കാര്യമാണ്. വിസ്മയനീയ കാര്യങ്ങൾ അതുവഴി സംഭവിക്കും. തന്റെ വാഗ്ദാനങ്ങള് തിരുമൊഴികൾ എടുത്തു പറഞ്ഞ് അവിടത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടത്തേക്ക് നിരസിക്കാൻ കഴിയില്ല നമ്മെ. കാരണം അവിടത്തേക്ക് വാക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. 28 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിനു വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അവർ യേശുവിനെ കുരിശിലേറ്റിയതുമെല്ലാം അവരുടെ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ അല്ല, ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് അനുസരിച്ച് അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് അവർക്കത് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ യേശുവിൻ്റെ മേൽ അവർക്ക് ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പത്രോസും യോഹന്നാനും ഏറ്റുപറയുകയാണ്. 28-ാം വാക്യം. അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിനു വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. യഹൂദരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അവന്റെ നാമത്തിൽ യാതൊന്നും പഠിപ്പിക്കരുതെന്ന് ന്യായാധിപ സംഘത്തിന് മുന്നിൽ വെച്ച് പത്രോസിനെയും യോഹന്നാനെയും വാൺ ചെയ്ത് അയച്ചിട്ടും അവർ പ്രാർത്ഥിക്കുകയാണ്, അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ആദിമ ക്രൈസ്തവ സമൂഹം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്
ധൈര്യപൂർവം കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയാണ്. ഒരു മനസ്സോടെ അവർ ഒരുമിച്ചിരുന്ന് വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അതാണ് ഇവിടെ നമ്മൾ ദർശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു പെന്തക്കോസ്തി അനുഭവം വീണ്ടും അവർക്കുണ്ടാവുകയാണ്. ഈ ഒരു പെന്തക്കോസ്തി അനുഭവം ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ ദൈവനാമം ഏറ്റു പറഞ്ഞുകൊണ്ട്, അവൻ്റെ തിരുമൊഴികൾ എടുത്തു പറഞ്ഞുകൊണ്ട്, അവയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാൽ വിസ്മയനീയ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലും നിറവേറും. ഒരു പുതിയ പെന്തക്കോസ്തി അനുഭവം നമ്മുടെ ഇടയിലും ഉണ്ടാകണം. ഈ പുസ്തകത്തിന്റെ പേര് അപ്പസ്തോല പ്രവർത്തനം എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വചനം വ്യാപിക്കുന്നതാണ് ഈ അധ്യായങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭീരുക്കളായ മനുഷ്യർക്ക് നിസ്സീമമായ അളവറ്റ ധൈര്യവും ശക്തിയും നൽകിക്കൊണ്ട് ദൈവം തന്റെ വചനം വ്യാപിപ്പിക്കുകയാണ്. അത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ്. 32 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. അവർ ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ, ഒരു ലക്ഷ്യത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവർക്കുള്ളതെല്ലാം അവർ പൊതുവായി കരുതി. 2-ാം അധ്യായത്തിലും നമ്മൾ ഇത് മനസ്സിലാക്കിയതാണ്. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപാ വചസ്സുകൾ പ്രഘോഷിക്കുന്നവരുടെ മേൽ കൃപ സമൃദ്ധമായി ഉണ്ടാകും, ഒരു സംശയവുമില്ല. ആദിമസഭയിൽ മാത്രമല്ല, ഇന്നും നമ്മുടെ കർത്താവിന് ഇപ്രകാരം ആത്മാവിന്റെ ശക്തിയോടെ സാക്ഷ്യം നൽകുന്നവരുടെ മേൽ കൃപ സമൃദ്ധമായി വന്നാവസിക്കും. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവ അത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ബർന്നബാസ് എന്ന അപരനാമത്താൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തന്റെ വയൽ വിറ്റു കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കലാണ്. പ്രിയമുള്ളവരെ, ആദിമസഭയിലെ ദൈവാത്മാവിന്റെ വിസ്മയനീയമായ ഇടപെടലിന്റെ ഒരു ചിത്രമാണ് ഈ 3-4 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കാത്തിരിക്കുകയും അവിടുത്തെ മഹത്വത്തെ പ്രഘോഷിക്കുകയും ചെയ്യുന്നവരുടെ മേൽ സമൃദ്ധമായ ദൈവകൃപ ആവസിക്കും. അവരിലൂടെ വിസ്മയനീയ പ്രവർത്തികൾ ദൈവം നിറവേറ്റും. മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് അവരെ ഒരുമിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബാബേലിൽ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ സ്വന്തം മഹത്വത്തിനു വേണ്ടി ഗോപുരം പണിയാൻ ഇച്ഛിച്ചവരെ ദൈവം ഭാഷ ഭിന്നിപ്പിച്ചുകൊണ്ട് ചിതറിപ്പിച്ചു. ഇവിടെ ഈ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയൊന്ന് ശ്രദ്ധിക്കുക. ഭാഷ ഏകോപിപ്പിച്ചുകൊണ്ട് ദൈവം അവരെ ഒരുമിപ്പിച്ചു. അവർ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്കുള്ളതെല്ലാം ആവശ്യാനുസരണം പങ്കുവയ്ക്കുകയും പരസ്പര കൂട്ടായ്മയിൽ വളരുകയും ചെയ്യുകയാണ്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവിക കൂട്ടായ്മയിൽ വസിച്ചു, പരസ്പര കൂട്ടായ്മയിലും വസിച്ചു. ഈ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ദൈവം വിസ്മയനീയ പ്രവൃത്തികൾ നിറവേറ്റി. ദൈവത്തിന്റെ വിസ്മയനീയ പ്രവൃത്തി നിറവേറിയേ മതിയാകൂ. നാനാവിധമായ ക്ലേശങ്ങളിൽ വേദനിക്കുന്ന ദൈവജനത്തെ അവിടത്തെ സുരക്ഷിതത്വത്തിന് കീഴിൽ സംരക്ഷിക്കുവാൻ അവിടുന്ന് ഇടപെട്ടേ മതിയാകും. ഒരു പുതിയ പെന്തക്കോസ്തി നമ്മുടെ ഇടയിൽ നിറവേറുവാൻ തക്കവിധം നമുക്കും ഒരു മനസ്സോടെ, ഒരു ലക്ഷ്യത്തോടെ, കൂടുതൽ
വചനത്തിനു മുന്നിൽ ധ്യാനപൂർവമായിരുന്നു കൊണ്ട് വചനധ്യാനത്തിലൂടെ ദൈവാത്മ ചൈതന്യത്താൽ നിറഞ്ഞ് യേശുനാമത്തിന് സാക്ഷ്യം നൽകാം, പരസ്പര കൂട്ടായ്മയിൽ വസിക്കാം. അതുവഴി സകലരും അറിയട്ടെ യേശുവിൻ്റെ അതുല്യ ശക്തി. അപ്പസ്തലന്മാർ വിളിച്ചു പറഞ്ഞതുപോലെ നമുക്കും വിളിച്ചു പറയാൻ ഇടയാകട്ടെ. ആകാശത്തിൻ കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആദിമസഭയിൽ നിന്ന് സംഭവിച്ചതുപോലെ രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം ഈ കൂട്ടായ്മയിലേക്ക് ദൈവം ഇന്നും ചേർക്കട്ടെ. അങ്ങനെ അവിടുത്തെ ശക്തമായ പ്രവൃത്തി ഇന്ന് നമുക്കും കാണാൻ ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.